എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി അഥവാ അതിശയ പത്തിരിയാണ്. സാധാരണ നമ്മളൊരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ മാവൊക്കെ കുഴച്ച് പരത്തി കുറച്ച് സമയം കൂടുതൽ എടുക്കും. പക്ഷെ നമുക്ക് ഈ ഒരു റെസിപ്പിയിൽ മാവൊന്നും കുഴച്ച് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. ഈ ഒരു പലഹാരത്തിന് അധികം ഓയിൽ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ മാവൊന്നും കുഴക്കാതെ നല്ല കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചട്ടിപ്പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ചട്ടിപ്പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു പാനിലേക്ക് ഞാൻ ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു 4 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. ഇനി ഈ ഒരു സവാളയിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇതുപോലുള്ള സ്നാക്സുകൾ നമ്മൾ ചെയ്യുമ്പം സവാള ഒരുപാടങ്ങ് വഴറ്റി പോകേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല പോലെ തന്നെ വാടി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത്യാവശ്യം സവാള ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച ചുവന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും. ഇനിയിപ്പോൾ നിങ്ങളുടെ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ അളവിൽ നമ്മൾ ഗരം മസാല ഇട്ട് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് പൊടികളുടെ ഒരു പച്ച ചുവയൊന്ന് മാറി വന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ചിക്കനാണ്. ഞാനിതിലേക്ക് എല്ലില്ലാത്തൊരു 400 ഗ്രാം അളവിൽ ചിക്കന് നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും വളരെ കുറച്ച് മാത്രം വെള്ളം കൂടി ചേർത്ത് കുക്കറിലിട്ടൊന്ന് വേവിച്ചിട്ടെടുത്താണ്. വേവിച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് പിച്ചിട്ട് കൊടുക്കുക. മിക്സിയിലിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കാം. പക്ഷേ ഈ ഒരു രീതിക്ക് തന്നെ കിട്ടണം നമുക്ക്. ഒരുപാട് അരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത്ര രസം ഉണ്ടാവില്ല. ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 4-5 മിനിറ്റോളം തന്നെ ഇളക്കി കൊടുക്കണേ. ആ ഒരു മസാലയൊക്കെ ചിക്കനിൽ നല്ല പോലെ തന്നെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. എരിവോ ഉപ്പോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ എരിവൊക്കെ കറക്റ്റാണ്. കുറച്ചൊരു സ്വല്പം മാത്രമേ ഒരു ഉപ്പിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമ്മൾ മാവ് കുഴച്ച് പരത്തിയ ഒരു ഷീറ്റ് ഉണ്ടാക്കിയല്ല ചെയ്യുന്നത്. ഇതുപോലെ മിക്സിയിൽ മാവ് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നൈസായിട്ടുള്ള ദോശ റെഡിയാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ചട്ടിപ്പത്തിരി ഇവിടെ ചെയ്യുന്നത്. നമ്മൾ മാവ് കുഴച്ച് പരത്തി ഉണ്ടാക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റ് തന്നെ ഇതുപോലെ ചെയ്താലും കിട്ടും കേട്ടോ. ഒരു ഡൗട്ടും വേണ്ട. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 250 ml ഈ ഒരു കപ്പിൽ 1.5 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ മൈദ അളന്നെടുത്ത ഒരു കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഏകദേശം ഒരു 3/4 കപ്പ് നിറച്ചില്ല, ഒരു 1-2 ടേബിൾ സ്പൂൺ കുറവാണ് 3/4 കപ്പിലും. അപ്പോൾ ആ ഒരു വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്ക് മിക്സിയിൽ നിന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ മിക്സിയിൽ നിന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടില്ല, ഈ ഒരു കറക്റ്റ് പാകത്തിന് വേണം കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലും ഒരുപാട് ലൂസായി പോകാനും പാടില്ല, ഇതിൽ ഒരുപാട് കട്ടി കൂടാനും പാടില്ല. അത്യാവശ്യം നല്ല നൈസായിട്ടുള്ള ദോശയാണ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ എടുക്കുന്ന ഒരു മാവിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ വെള്ളം കൂടിപ്പോയിന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ അരയ്ക്കുന്ന സമയത്ത് തന്നെ കുറച്ചും കൂടി മൈദ അതിലേക്ക് ആക്കിയിട്ട് ഈ ഒരു കറക്റ്റ് പാകത്തിനാക്കിയിട്ട് എടുക്കുക. ഇനി അഥവാ കട്ടി കൂടിപ്പോയിന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കറക്റ്റ് പാകമാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ മാവ് ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ദോശ ഒന്ന് ചുട്ടിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കുക. നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ, തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്ത് അധികം ചൂടുണ്ടാക്കാൻ പാടില്ല പാന്. അധികം ചൂടുണ്ടെങ്കിൽ ആ ഒരു മാവ് അതിലങ്ങ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു 1.25 തവിയോളം മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് പരത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ചുറ്റിച്ചൊന്ന് പരത്തി എടുത്തതിന് ശേഷം ഇനി നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് ഇതങ്ങ് കുക്ക് ചെയ്തെടുക്കാനാണ്. സൈഡൊക്കെ ഇതുപോലെ വിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. രണ്ടാമത്തത് നമ്മൾ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുമ്പോൾ പാൻ അധികം ചൂടുണ്ടാകാൻ പാടില്ല. തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇത് കണ്ടില്ല, അങ്ങനെ തന്നെ ഞാനിവിടെ 8 ദോശയാണ് കേട്ടോ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ലാസ്റ്റ് ചട്ടിപ്പത്തിരി എല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുമല്ലോ, ആ ഒരു പാത്രത്തിന് വലുപ്പത്തിന് വേണം കേട്ടോ നമ്മൾ ദോശ ചുട്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ദോശയെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുമ്പം നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കണം, വലിപ്പം കുറയാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത്, ഇതിലൊരു 5 കോഴിമുട്ട ഞാനിവിടെ പൊട്ടിച്ചൂറ്റിയതാണ്. ഈ ഒരു മുട്ട കാണുമ്പോൾ കൂടുതലാണെന്നുള്ളൊരു ഡൗട്ട് വേണ്ട കേട്ടോ. നമ്മൾ അത്യാവശ്യം വലിയ ചട്ടിപ്പത്തിരിയാണ് ഇവിടെ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് കറക്റ്റാണ് കേട്ടോ ഈ ഒരു 5 കോഴിമുട്ടയെ. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം വലിപ്പമുള്ളൊരു 4 കോഴിമുട്ടയും പിന്നെ ഒരു ചെറിയ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല വലിയ കോഴിമുട്ടയാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ എടുത്താൽ മതി. ഈ ഒരു മുട്ടയിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് അടിച്ചിട്ട് എടുക്കുക. മുട്ട നന്നായിട്ട് തന്നെ ഞാനിവിടെ നിന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് സെറ്റ് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ ചട്ടിപ്പത്തിരി ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പം ഈ ഒരു പാത്രത്തിൽ അത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് നെയ്യൊന്ന് നല്ലപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്ത് മാത്രമല്ല, അതിൻ്റെ ഒരു സൈഡിലെല്ലാം തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നെയ്യൊന്ന്. അപ്പോൾ ഇത് കണ്ടില്ല, നെയ്യ് നല്ലപോലെ തന്നെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ദോശയില്ലേ, ഈ ഒരു ദോശ നമ്മുടെ ഒരു മുട്ടയുടെ മിക്സിൽ നല്ലപോലെ തന്നെ ഒന്ന് മുക്കിയിട്ടെടുക്കുക. 2 കൈ ഉപയോഗിച്ചിട്ട് ആദ്യം ഇതുപോലെ ഈ ഒരു സൈഡൊന്ന് മുക്കിയിട്ടെടുക്കുക. അതിനുശേഷം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് മുക്കിയിട്ടെടുത്താൽ മതി. അപ്പോൾ ഒരു 2 സൈഡും മുട്ടയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കിനി ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ സൈഡിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സൈഡിലും ഫില്ലിങ് നമ്മൾ വെച്ച് കൊടുത്താൽ നമ്മളിത് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇതുപോലെ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ ലെയറിൽ ഇതുപോലെ കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക. നമുക്ക് ഒരു 8 ലെയറും ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ ഓരോ ലെയറിലും ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടാമത്തെ ഈ ഒരു ദോശയും ഈ ഒരു മിക്സിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ ലെയറിൽ ഒരു കോഴിമുട്ട പുഴുങ്ങിയിട്ട് വളരെ നൈസായിട്ട് നമ്മൾ റൗണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. എങ്ങനെ നമ്മൾ മുട്ടയും കൂടി പുഴുങ്ങിയത് ഈ ഒരു ഫില്ലിങ്ങിൽ വെച്ച് കൊടുക്കുമ്പോൾ കഴിക്കാനായിട്ട് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ്. ഒരു ലെയറിലല്ല കേട്ടോ ഒരു കോഴിമുട്ട, ടോട്ടലായിട്ട് നമുക്ക് വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കോഴിമുട്ടയുടെ ആവശ്യമേ വരത്തുള്ളൂ ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കുന്നതന്നെയാണ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ്. മുട്ട ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ റൗണ്ടായിട്ട് വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കട്ടിക്കൊന്നും നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കരുത് കേട്ടോ, ഇതങ്ങ് പൊട്ടി അങ്ങ് പോവും. ഒരു ലെയർ ഇടവിട്ട് വെച്ച് കൊടുത്താൽ മതി മുട്ട വെക്കുന്നുണ്ടെങ്കിൽ തന്നെ. ഈ ഒരു സെയിം രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു 8 ദോശ ഒന്ന് വെച്ച് കൊടുക്കണം. ഓരോ ലെയർ ഇടവിട്ട് ആ ഒരു മുട്ട പുഴുങ്ങിയതും കൊണ്ട് വെച്ച് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മുടെ ഒരു 8ാമത്തെ ദോശയാണ് ഇനി ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ ഒരു ദോശ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഒരു മുട്ടയുടെ മിക്സ് ഇല്ലേ, ആ ഒരു മുട്ടയുടെ മിക്സ് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആ ഒരു മുകൾ ഭാഗത്തും കുറച്ച് ഒഴിക്കണം, കാരണം ആ ഒരു സൈഡെല്ലാം നല്ലപോലെ തന്നെ ഫില്ലായി നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. മീഡിയം ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഈ ഒരു പാത്രം ഡയറക്റ്റ് അടുപ്പത്ത് വെച്ചൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ മുടിയിൽ ചെറിയ ഹോൾ ഉള്ളതാണെങ്കിൽ അതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണേ. ആ ഒരു 4 മിനിറ്റിന് ശേഷം വേറൊരു പഴയ ഒരു പാൻ എടുക്കുക. ഇതുപോലെ ആ ഒരു പാൻ വേറൊരു അടുപ്പിൽ വെച്ച് നമ്മൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള ഈ ഒരു പാനിൻ്റെ മുകളിൽ വേണം ഇനി നമ്മൾ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ വെക്കുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഇനി നമ്മൾ ഏകദേശം ഒരു 10-15 മിനിറ്റും കൊണ്ടൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്ക് നല്ല പോലെ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. നമ്മൾ ആദ്യം ഒരു 4-5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുത്തല്ലോ, അതും കൂടി കൂട്ടി ഏകദേശം ഒരു 15-20 മിനിറ്റ് മാത്രമേ ഇത് കുക്ക് ചെയ്യാനുള്ള ഒരു സമയം എടുക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 12 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഈ ഒരു സൈഡൊക്കെ നല്ല പോലെ തന്നെ വിട്ട് വരും. നമുക്ക് ആ ഒരു വെന്ത് വരുമ്പോഴത്തേക്കും സൈഡൊക്കെ അത്യാവശ്യം ഒരു കളറും മാറി വരും. അപ്പോൾ ഒരു സൈഡ് അത്യാവശ്യം നല്ല കളറൊക്കെ മാറി ഇതുപോലെ വിട്ട് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മുകൾ ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതിനായിട്ട് ഇതുപോലെ വേറൊരു പാനിൽ നമുക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പതിയെ ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 3-4 മിനിറ്റും കൂടി നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ആ ഒരു സൈഡൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കുക.
ഇതിന്റെ ചൂട് അത്യാവശ്യം കുറഞ്ഞതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന്റെ ചൂടൊക്കെ അത്യാവശ്യം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊണ്ടൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മാവ് കുഴച്ച് പരത്തി എങ്ങനെയാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതിലും വളരെ ഈസി ആയിട്ട്. ഇത് കഴിച്ചിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു മലബാർ സ്പെഷ്യൽ പലഹാരമാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നും, മുട്ടയുടെയൊക്കെ ഒരു മണം ഇതിലുണ്ടാവുമെന്ന്. അതൊന്നും പേടിക്കണ്ട കേട്ടോ, മുട്ടയുടെ ഒരു മണമൊന്നും ഇതിലൊട്ടും തന്നെ വരില്ല. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെയായിട്ട് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.